ഇപ്പോൾ നവകേരള സദസ്സ് നമുക്കതും പറയാം. നവകേരള സദസ്സ് മാന്യമായി അല്ലെങ്കിൽ ഒരു മോശമല്ലാത്ത രീതിയിൽ റിപ്പോർട്ട് ഇന്ന് കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യുന്ന റിപ്പോർട്ടർ ചാനൽ മാത്രമാണ്. ഒറ്റ കാര്യം, ഇന്നത്തെ പത്രങ്ങളാണ്. ഇത് മനോരമ, മാതൃഭൂമി, മാധ്യമം, മംഗളം, ദീപിക, ചന്ദ്രിക, സുപ്രഭാതം, 8 പത്രങ്ങളുണ്ട്. ഇന്നിപ്പോൾ ഞാൻ വരുന്ന വഴി വാങ്ങിയതാണ്. ഒരു വരി പോലും ഈ നവകേരള സദസ്സിനെ കുറിച്ച് ഈ പത്രത്തിൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റില്ല. ആകെ സെക്രട്ടറിമാർ 50,000 കൊടുക്കണമെന്ന്, പഞ്ചായത്ത് കൊടുക്കണമെന്ന് പറഞ്ഞത് ഹൈക്കോടതി താൽക്കാലികമായി സ്റ്റേ ചെയ്തു എന്നൊരു വാർത്തക്കപ്പുറം ആരവിടെ റിപ്പോർട്ട് ചെയ്യുന്നത്? TV ചാനൽ അത്യാവശ്യം വരുന്നുണ്ട്. എഴുത്ത് മാധ്യമങ്ങളിൽ TV ചാനൽ വരുന്നത് തന്നെ എന്താ? അതിന് നെഗറ്റീവ് വാർത്തകളാണ്. അപ്പം ഇത് മാന്യമായി റിപ്പോർട്ട് ചെയ്ത് എന്താ പറയുക, ജനത്തിൻ്റെ പൾസ് മനസ്സിലാക്കിയിട്ടാണോ എന്നെനിക്കറിയില്ല. ഇപ്പോൾ നമ്മൾ വാർത്തകൾ ശ്രദ്ധിക്കുമ്പോൾ നമ്മൾ കാണുന്നത് മോശമല്ലാത്ത രീതിയിൽ ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നുണ്ടെന്നും ആ സംഭവത്തിൽ ഇത്ര ആളുകൾ പങ്കെടുക്കുന്നുണ്ടെന്നും ആളുകൾക്ക് കുറേ ആശ്വാസമുണ്ടെന്നും പിന്നെ അതിൽ വന്ന പോരായ്മകളൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വാർത്ത കൊടുക്കുന്ന റിപ്പോർട്ടർ ചാനൽ മാത്രമാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഈ രാഹുൽ ഗാന്ധിയെ വരവിനെ കുറിച്ച് ഇന്നലെ മിനിയാന്നോ ഈ KC വേണുഗോപാലിനോട് ഒരു റിപ്പോർട്ടർ ചോദ്യം ചോദിച്ചപ്പോൾ അതിനുള്ള മറുപടി എന്താ KC വേണുഗോപാൽ പറഞ്ഞത്? നിന്റെ മുതലാളിയെക്കുറിച്ച് നീ എന്നെ കൊണ്ട് അധികം പറയിക്കണ്ടെന്ന്, അല്ലേ? റിപ്പോർട്ടർ ചാനലിൻ്റെ മുതലാളിയെക്കുറിച്ച് നീ എന്നോട് അധികം പറയിക്കണ്ടെന്ന്. ഈ റിപ്പോർട്ടർ മുതലാളിയായിട്ട് എന്താ ബന്ധം? നിങ്ങൾ ആരെങ്കിലും പ്രതികരിച്ചോ? ഏതെങ്കിലും പത്രമാധ്യമം പ്രവർത്തിച്ചോ? റിപ്പോർട്ടർ ചാനലിൻ്റെ മുതലാളിയെക്കുറിച്ച് പറയണ്ട എന്ന് റിപ്പോർട്ടർ ചാനലിനോട് മറ്റുള്ള പത്രക്കാരുടെ മുന്നിൽ മോശമായ ഭാഷയിലും ശരീരഭാഷയിലും പ്രതികരിച്ചപ്പോൾ ഒരാൾ മിണ്ടിയിട്ടില്ല. അപ്പം എന്താ? ഇതിൻ്റെ ഒരു ഈർഷ്യതയാണ് ഈ വാർത്ത കൊടുക്കുന്നതിൻ്റെ. ഈ പറയുന്ന റിപ്പോർട്ടർ തിരിച്ച് ഇദ്ദേഹത്തെക്കുറിച്ച്, താങ്കളെക്കുറിച്ച് ഞാൻ ചോദിച്ചാൽ താങ്കൾക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല എന്ന് ഈ പറയുന്ന KC വേണുഗോപാലിനോട് നട്ടലുള്ള ഒരു റിപ്പോർട്ടർ ആയിരുന്നെങ്കിൽ ആ കുട്ടി ചോദിക്കായിരുന്നു. അപ്പോൾ ഇതാണ് ഇതിൻ്റെ രീതി. ഈ രീതിയാണ് നമ്മൾ ചോദ്യം ചെയ്യുന്നത്. പത്രമാധ്യമ പ്രവർത്തനം എന്ന് പറയുമ്പോൾ അതിൻ്റെ എന്താ പറയുക, പ്ലസ് പോയിന്റ് എടുക്കാൻ വേണ്ടിയിട്ട് പറയുന്ന ഈ 8 പത്രം, കേരളത്തിലെ ഒരു മുഖ്യമന്ത്രിയും ചീഫ് സെക്രട്ടറി അടക്കമുള്ള ഉദ്യോഗസ്ഥരും 20 മന്ത്രിമാരും കേരളത്തിൽ ഇന്നലെ 4 യോഗങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. 4 മണ്ഡല യോഗങ്ങൾ. ഒരു വരി പത്രങ്ങളിൽ എഴുതിയിട്ടില്ല എന്ന് പറഞ്ഞാൽ എന്ത് പത്രമാധ്യമ ധർമ്മമാണിത്? ഇതിലെന്ത് അടിസ്ഥാനമാണുള്ളത്? അപ്പം അതുകൊണ്ട് തന്നെയാണ് ഞങ്ങളെപ്പോലെയുള്ള ആളുകൾ ജനങ്ങളിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. കാരണം ജനങ്ങളിൽ എത്തിക്കണമല്ലോ. പത്രങ്ങളിലൂടെ, വാർത്തകളിലൂടെ നിങ്ങൾ എന്ത് വിമർശനമുണ്ടെങ്കിലും ഉന്നയിച്ചു, പക്ഷേ സത്യം നിങ്ങൾ കൊടുക്കണ്ടേ? അത് നിങ്ങൾ കൊടുക്കില്ല എന്ന് ഏറെക്കുറെ 99% ഉറപ്പായിട്ടുള്ള രാഷ്ട്രീയം തന്നെ നടത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ നാട്ടിൽ കഴിഞ്ഞ 7.5 വർഷമായി നടന്ന വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാതെ എങ്ങനെയൊക്കെ നിങ്ങൾ മറയിട്ടിട്ടുണ്ടോ, ആ മറയെ മറികടന്ന് തന്നെയാണ് ജനങ്ങളിലേക്ക് ഈ ഗവൺമെൻറ്റും മുഖ്യമന്ത്രിയും ഇറങ്ങിയിട്ട് ജനങ്ങളുമായി ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതും അവരുടെ ആവശ്യങ്ങൾ നേരിട്ട് അറിയുന്നതും. അതുകൊണ്ട് തന്നെയാണ് ലക്ഷക്കണക്കിന് ആളുകൾ ഈ നവകേരള സദസ്സിൽ എല്ലാ സ്ഥലത്തും പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. അത് നിങ്ങളെന്നല്ല, ആര് വിചാരിച്ചാലും തടുക്കാൻ കഴിയില്ല. അത്രമാത്രം ജനങ്ങൾക്ക് ആശ്വാസം ഈ ഗവൺമെൻറ് കഴിഞ്ഞ 7.5 വർഷമായി വികസനം മാത്രമല്ല, പൊതുസമൂഹത്തെ ചേർത്ത് നിർത്തിക്കൊണ്ട് തന്നെയാണ് ഈ ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നത്.